ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും SS കരാട്ടെ ആൻഡ് ഫിറ്റ്നസ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് നമ്മുടെ ലോവർ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഇത് ഏതൊരാൾക്കും നമുക്ക് കിക്ക് ചെയ്യാനായിട്ട്, കിക്കുകളെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോവർ ബോഡി നല്ല ഫ്ലെക്സിബിൾ ആകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും വർക്കൗട്ടിൽ ഈ രീതിയിലുള്ള സ്ട്രെച്ചിങ് രീതികൾ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കിക്കുകൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നിൽക്കുക. ആദ്യമായിട്ട് നമ്മളൊരു 2-3 വട്ടം ബ്രീത്ത് എടുത്ത് ഔട്ട് ചെയ്യുക സാവധാനം. രണ്ട് കാലും ഉറപ്പിച്ച് വയ്ക്കുക. എന്നിട്ട് കൈ ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിക്കുക. ഇവിടുന്ന് ബ്രീത്ത് എടുത്ത് ഔട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം അവരവരുടെ ഫ്ലെക്സിബിലിറ്റി എങ്ങനെയാണ് അത് കണക്കെ നമ്മൾ താഴേക്ക് പോകണം, ഡൗൺ ചെയ്യണം. അതായത് ഇവിടുന്ന് ബ്രീത്ത് എടുക്കുന്നു, ഡൗൺ ചെയ്ത് നിങ്ങൾക്ക് എന്തോരം താഴേക്ക് ബെൻഡ് ചെയ്ത് വരാൻ പറ്റുക അത്രയും താഴേക്ക് വരിക. ബ്രീത്ത് ഫുൾ ഔട്ട് ചെയ്ത് നേരെ താഴേക്ക് വരിക. മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തറയിൽ മുട്ടിക്കുക എന്നുള്ളത്, നമ്മൾ കാലിൻ്റെ പാദത്തേൽ, അതായത് പുറത്തിരിക്കണ കാലിൻ്റെ പാദത്തേൽ ടച്ച് ചെയ്യുക എന്നുള്ളത്. അപ്പം ഫുള്ള് ബ്രീത്ത് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഒരു 2-3 വട്ടം ഒരു സൈഡ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, ഇങ്ങനെ 3 വട്ടം ചെയ്യുക. അതേപോലെ തന്നെ അടുത്ത കാല് ഈ വെളിയിൽ വെച്ചുണ്ട്, അത് 2 സൈഡും ചെയ്യാനായിട്ട് നോക്കണം. പെട്ടെന്ന് ഉയർന്നു പോകാതെ മാക്സിമം ബെൻഡ് ചെയ്തുകൊണ്ട് അവിടെ തന്നെ നിൽക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലകത്തി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ 2 കൈ മുട്ടും ഈ കാലിൻ്റെ മുട്ടിൻ്റെ അവിടെ ഇങ്ങനെ കുത്തിയിട്ട് നമ്മുടെ ഹിപ്പ് മാക്സിമം അവരവർക്ക് പറ്റുന്നത് പോലെ മാക്സിമം താത്തി കൊണ്ടുവരാനായിട്ട് നോക്കുക. ഡീപ്പായിട്ട് താത്തി എടുക്കുക. അങ്ങനെ കുറച്ച് സമയം നിൽക്കുക. ഓക്കെ, കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈ രണ്ടും ഈ 2 കാൽ മുട്ടിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ട് കൈ ഇങ്ങനെ തൊഴുതിങ്ങനെ പിടിക്കാനായിട്ട് നോക്കുക. എന്നിട്ട് അതേപോലെ സാവധാനം ബ്രീത്ത് എടുത്ത് ഔട്ട് ചെയ്ത് അങ്ങനെ കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് നിൽക്കാനായിട്ട് നോക്കുക. ഇതും നമ്മുടെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കാനുള്ള മറ്റൊരു സ്ട്രെച്ചിങ് ആണ്. ഓക്കെ, അടുത്തതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡായിട്ട് ഒരു സ്റ്റാൻസിലേക്ക് നമ്മൾ നിൽക്കുക. നമ്മുടെ ഫോർവേഡ് സ്റ്റാൻസ് പോലെ തന്നെ ഡീപ്പായിട്ടൊരു സ്റ്റാൻസിലേക്ക് പോകുക. അതായത് ഒരു കാല് ഫ്രണ്ടിൽ വയ്ക്കുക, ഒരു കാല് ബാക്കിലായിട്ട് വയ്ക്കുക. എന്നിട്ട് ഈ ഫ്രണ്ടിലെ മുട്ട് മടക്കിക്കൊണ്ട് ബാക്കിലെ കാല് നമ്മൾ പുറത്തേക്ക് വിട്ടുകൊടുക്കുക, പുറകിലേക്ക് വിട്ടുകൊടുക്കുക. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ മാക്സിമം ബാക്കിലേക്ക് കൊണ്ടുപോവുക. ഈ സമയത്ത് നമ്മുടെ നടുവ് ഇങ്ങനെ വളഞ്ഞു പോകാനായിട്ട് ചെയ്യരുത്, നടുവ് വളഞ്ഞു പോകരുത്. നമ്മൾ നേരെ തന്നെ നിൽക്കുക. എന്നിട്ട് നമ്മുടെ ബാക്കിലെ കാല് മാക്സിമം ഡീപ്പായിട്ട് പോവുക. ഈ കാല് മടക്കിയിട്ട് ഇതേപോലെ കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് നിൽക്കാനായിട്ട് നോക്കുക. ഓക്കെ, ഇതുപോലെ നിങ്ങൾ അടുത്ത കാലം ചെയ്യുക. ഇവിടെ നേരെ നിൽക്കുന്നു, കാല് ഒരെണ്ണം ഫ്രണ്ടിൽ വെച്ചിട്ട് ഒരു കാല് നേരെ ബാക്കിലേക്ക് ഇറക്കി വിടുക. നമുക്ക് സപ്പോർട്ട് ചെയ്യാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കാലം അങ്ങോട്ട് വിട്ടുകൊടുക്കാം. എന്തായാലും മാക്സിമം ഡീപ്പായിട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അടുത്തൊരു സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾ മുട്ടുകുത്തി നിൽക്കുക. എന്നിട്ട് ഒരു കാല് പൊക്കി ഫ്രണ്ടിൽ വയ്ക്കാനായിട്ട് നോക്കുക. ഒരു കാല് ഫ്രണ്ടിലോട്ട് വയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ ഹിപ്പ് മാക്സിമം ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് വരാനായിട്ട്, ഉന്തിക്കൊണ്ട് വരാനായിട്ട് നോക്കുക. അതായത് ഇങ്ങനെ നിൽക്കുന്നു, ഡീപ്പായിട്ട് ഇങ്ങോട്ട് നേരെ പ്രസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നോക്കുക. ഇവിടുന്ന് ബ്രീത്ത് എടുക്കുന്നു, ഔട്ട് ചെയ്തുകൊണ്ട് നേരെ ഫ്രണ്ടിലേക്ക് വരിക. 1 2 ഇതേപോലെ കുറച്ച് സമയം സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്നു, അനങ്ങാതെ നിൽക്കുന്നു. എന്നിട്ട് നേരെ വരിക. ഇതേപോലെ ഒരു 2-3 വട്ടം നിങ്ങൾ നിങ്ങളുടെ വർക്കൗട്ടിനിടയ്ക്ക് സ്ട്രെച്ച് ചെയ്യാനായിട്ട് നോക്കുക. ഇത് നിങ്ങളുടെ സ്ട്രെച്ചിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങളുടെ കിക്ക് റെഡി ആയിട്ട് വരാനായിട്ട്, നിങ്ങളുടെ ഹിപ്പ് ഓപ്പൺ ചെയ്യാനായിട്ട്, ലോവർ ബോഡി ഫ്ലെക്സിബിലിറ്റിക്ക് ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതേപോലെ തന്നെ സ്ട്രെച്ച് ചെയ്യുന്നു.
3 വട്ടം ചെയ്തതിന് ശേഷം അടുത്ത കാല് ഇതേപോലെ മുട്ടുകുത്തി നിന്നിട്ട് ഈ കാല് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് ഇതും ഇതേപോലെ തന്നെ പ്രസ് ചെയ്യാനായിട്ട് നോക്കുക. 1 2. ഓക്കെ. അപ്പോൾ അടുത്തൊരു സ്ട്രെച്ചിങ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ കാലിങ്ങനെ തൊഴുത് പിടിക്കുന്നു. കാല് മാക്സിമം നമ്മൾ കാലിങ്ങോട്ട് ചേർത്ത് കൊണ്ടുവരാനായിട്ട് നോക്കുക. ഇങ്ങോട്ട് പോകരുത്, അകത്തേക്ക് വലിച്ചു പിടിക്കുക. എന്നിട്ട് 2 കാലും ഇതേപോലെ ഫേസ് ടു ഫേസ് ഇതേപോലെ ഉള്ളംകാല് തമ്മിൽ ചേർന്നിരിക്കണം. എന്നിട്ട് നമ്മുടെ 2 മുട്ടും നമ്മുടെ 2 കൈയും കൊണ്ട് കാൽമുട്ടും 2 കൈയും കൊണ്ട് താഴേക്ക് പ്രസ് ചെയ്യാനായിട്ട് നോക്കുക. പതിയെ പ്രസ് ചെയ്ത് ഇത് താഴെ മുട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാല് ഫുൾ സ്ട്രെച്ച് ആകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പറയുന്നത്. കാര്യം ഇത് മാക്സിമം താഴേക്ക് മുട്ടുന്ന ആൾക്കാർ വളരെ ഈസി ആയിട്ട് സ്ട്രെച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇതേപോലെ പ്രസ് ചെയ്ത് പിടിക്കാനായിട്ട് നോക്കുക. ആദ്യ സമയങ്ങളിൽ പതിയെ താഴേക്ക് കൊണ്ടുവന്ന് തുടർന്ന് ഇത് താഴെ മുട്ടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ. അങ്ങനെ ഇതേപോലെ ഇവിടുന്ന് ബ്രീത്ത് എടുക്കുന്നു, ഔട്ട് ചെയ്തുകൊണ്ട് നേരെ താഴേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കുക. ഇതേപോലെ കുറച്ച് സമയം നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ട് അടുത്ത സ്ട്രെച്ചിങ്ങിലേക്ക് പോകാം. ഓക്കെ. ഇതിൻ്റെ തുടർന്നുള്ള ഒരു അഡ്വാൻസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാലിൽ പ്രസ് ചെയ്ത് മുട്ടിച്ചതിന് ശേഷം നമ്മുടെ തല കൊണ്ടുവന്ന് ഈ കാലിൽ മുട്ടിക്കാനായിട്ട് ട്രൈ ചെയ്യുക. അത് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സ്ട്രെച്ചിങ് ആണ്. ബ്രീത്ത് എടുക്കുന്നു, ഔട്ട് ചെയ്ത് നിങ്ങൾ അതേപോലെ ടച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ 3 വട്ടം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ചും കൂടെ അഡ്വാൻസ് മെത്തേഡാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലെക്സിബിലിറ്റിക്ക് വളരെയേറെ ലോവർ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ. അപ്പോൾ അടുത്ത സ്ട്രെച്ചിങ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാല് നീട്ടി ഇങ്ങനെ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. എന്നിട്ട് ഒരു കാല് മടക്കിയിട്ട് ഇങ്ങനെ കുത്താനായിട്ട് നോക്കുക, കുത്തിപ്പിടിക്കാനായിട്ട് നോക്കുക. എന്നിട്ട് മടക്കിയെടുത്ത കാലിൻ്റെ ഓപ്പോസിറ്റുള്ള കൈ, അതായത് ഇപ്പോൾ വലത് കാലാണ്, നിങ്ങളുടെ റൈറ്റ് ലെഗ് ആണെന്നുണ്ടെങ്കിൽ മടക്കി ഇങ്ങനെ എടുക്കുന്നു, ഇവരെ ടച്ച് ചെയ്യുന്നു. എന്നിട്ട് ഇടത് കൈ എടുത്ത് നമ്മുടെ എൽബോ കൊണ്ട് ഇതിങ്ങനെ പുഷ് ചെയ്യാനായിട്ട് നോക്കും. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പുഷ് ചെയ്ത് കൊടുക്കും. നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അതായത് പുഷ് ചെയ്യണതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് നോക്കാനായിട്ട് നോക്കും. അതായത് റൈറ്റ് ലെഗ് എടുത്ത ആ വശത്ത് കൂടെ നേരെ ബാക്കിലേക്ക് ബ്രീത്ത് എടുത്ത് ഔട്ട് ചെയ്തുകൊണ്ട് സാവധാനം അങ്ങനെ കുറച്ച് സമയം നിൽക്കും. ഈ സമയത്ത് നമ്മുടെ ഈ ഭാഗത്ത് ഒരു സ്ട്രെച്ചിങ് ആയിട്ട് നമുക്ക് തോന്നും. അങ്ങനെ തന്നെ നിൽക്കാനായിട്ട് നോക്കുക. ഓക്കെ. എന്നിട്ട് ഇതേപോലെ തന്നെ അടുത്ത കാലിനും ചെയ്യാനായിട്ട് നോക്കുക. ഇതേപോലെ മടക്കി എടുക്കുന്നു, അതിൻ്റെ ഓപ്പോസിറ്റുള്ള കൈ ഇങ്ങനെ എടുത്ത് എൽബോ കൊണ്ട് അങ്ങോട്ട് പുഷ് ചെയ്തിട്ട് കാലെടുത്ത വശത്തുള്ള സൈഡിലേക്ക് നമ്മൾ തിരിഞ്ഞ് നോക്കുക. അടുത്ത കൈ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. നമ്മൾ ആദ്യ സമയത്താണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. എന്നിട്ട് ഇതേപോലെ പ്രസ് ചെയ്തുകൊണ്ട് ഈ സൈഡിലേക്ക് തിരിഞ്ഞ് നോക്കി സാവധാനം ബ്രീത്ത് എടുത്ത് ഔട്ട് ചെയ്ത് അങ്ങനെ നിൽക്കുക. ഓക്കെ. അപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട രീതിയാണ് ഇതേപോലെ നമ്മൾ ഡീപ്പായിട്ട് ഇതേപോലെ മുട്ട് മാക്സിമം അകത്തി വയ്ക്കാനായിട്ട് നോക്കുക. അതായത് 2 സൈഡിലേക്കും വിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഭാഗം സെൻറ്ററിലേക്ക് താഴത്തേക്ക് പുഷ് ചെയ്തുകൊണ്ട് വരിക. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് കിടക്കുക എന്നുള്ളതാണ്. നേരെ അങ്ങോട്ട് വരിക എന്നുള്ളത്. അപ്പോൾ അടുത്തതായിട്ടുള്ള രീതിയാണ് ഇതേപോലെ നിൽക്കുന്നു. ഒരു കാല് മടക്കി ഇതേപോലെ ഫ്രണ്ടിലേക്ക് വയ്ക്കാനായിട്ട് നോക്കുക. ഒരു കാല് ബാക്കിലേക്കും വിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നിവർന്നിരിക്കാനായിട്ട് നോക്കുക. നമ്മുടെ ഹിപ്പ് ഓപ്പൺ ചെയ്യാനായിട്ട് വളരെ നല്ലൊരു സ്ട്രെച്ചിങ് രീതിയാണിത്. ഇതേപോലെ തന്നെ മടക്കി വയ്ക്കുക. പതിയെ തന്നെ ബ്രീത്ത് എടുത്ത് ഔട്ട് ചെയ്യുക. 2 കാലും ഇതേപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക.